മുറിക്കല് ബൈപ്പാസ് പദ്ധതിയുടെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. നിലവിൽ പദ്ധതി പ്രദേശം വൃത്തിയാക്കുന്ന ജോലികളും കോൺക്രീറ്റ് ബാച്ചിംഗ് പ്ലാന്റ് സ്ഥാപിക്കുന്ന പ്രവൃത്തിയുമാണ് നടക്കുന്നത്. 120 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് മുറിക്കൽ ബൈപ്പാസ് പദ്ധതികൾക്കായി സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. മുറിക്കല് ബൈപ്പാസ് പദ്ധതിയുടെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. നിലവിൽ പദ്ധതി പ്രദേശം വൃത്തിയാക്കുന്ന ജോലികളും കോൺക്രീറ്റ് ബാച്ചിംഗ് പ്ലാന്റ് സ്ഥാപിക്കുന്ന പ്രവൃത്തിയുമാണ് നടക്കുന്നത്. ഏറെ കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം, ഏറെ നാളത്തെ നിരാശയ്ക്കും ആശങ്കയ്ക്കും ഒക്കെ ശേഷം മുറിക്കല് ബൈപ്പാസ് എന്ന സ്വപ്നത്തിന് ഒരിക്കൽ കൂടി നമ്മൾ ചിറക് മുളപ്പിക്കുകയാണ്. ഏറെക്കാലമായി പരിശ്രമിച്ചു വരുന്ന, ഏറെക്കാലമായി മുടങ്ങിക്കിടക്കുന്ന, ഏറെക്കാലമായി നമ്മളെല്ലാവരും ചേർന്ന് പരിശ്രമിക്കുന്ന മുറിക്കൽ ബൈപ്പാസിന്റെ പുനർനിർമ്മാണം അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള 2 പ്ലാന്റ് ഇറക്ഷൻസ് ആണ് ഇപ്പോൾ ഇന്ന് നടക്കുന്നത്. പ്ലാന്റ് ഇറക്ട് ചെയ്ത് ഫുൾ ഫ്ലെഡ്ജിൽ വർക്ക് തുടങ്ങാൻ തയ്യാറാവുന്ന മുറയ്ക്ക് ബഹുമാനായ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ നേരിൽ വന്ന് ഈ ബൃഹത്തായ പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും. ആ സമയത്ത് നഗരത്തിലെയും അല്ലെങ്കിൽ മറ്റ് ഈ ബന്ധിപ്പിക്കുന്ന പഞ്ചായത്തിലെയും ഒക്കെ എല്ലാവരും ചേർന്ന് നമുക്കതൊരു വലിയ ആഘോഷമായി തന്നെ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സമയബന്ധിതമായി ഈ വർക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ കുറച്ച് ഡിലേ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ലാൻഡ് അക്വിസിഷൻ മുഴുവൻ പൂർത്തീകരിച്ചു. ഡിസൈനിലെ ചെറിയ മാറ്റങ്ങൾ ഇപ്പോഴും ഇനിയും ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അത് തീരുന്ന മുറയ്ക്ക് ഫുൾ ഫ്ലെഡ്ജിൽ വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. മുറിക്കല് ബൈപ്പാസ് എന്ന മൂവാറ്റുപുഴയുടെ ദീർഘകാലത്തെ സ്വപ്നം അത് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ ഏറെ കാത്തിരിക്കേണ്ടി വരില്ല എന്ന് ആത്മവിശ്വാസത്തോടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. പൈലിംഗ് ജോലികളും ലാൻഡ് സ്പാൻ കോൺക്രീറ്റ് പ്രവൃത്തിയും ഇതിനുശേഷം ആരംഭിക്കും. 120 കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് മുറിക്കല് ബൈപ്പാസ് പദ്ധതിക്ക് സർക്കാർ അനുവദിച്ചത്. പദ്ധതിയുടെ സിവിൽ പ്രവൃത്തികൾ നിർവഹിക്കാൻ ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കരാറെടുത്തത്. 55,43 ലക്ഷം രൂപയ്ക്കാണ് ഊരാളുങ്കൽ പദ്ധതി ഏറ്റെടുത്തത്. MC റോഡിലെ 130 ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പദ്ധതി ദേശീയപാതയിൽ കടാതി വരെ 2.25 കിലോമീറ്ററോളം നീളത്തിലാണ് നിർമ്മിക്കുന്നത്. 18.5 മീറ്റർ വീതി ബൈപ്പാസ് റോഡിനുണ്ടാകും. നിലവിലെ സാഹചര്യമനുസരിച്ച് പദ്ധതിക്ക് ആവശ്യമായ 95% ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞതായി മാത്യു കുഴൽനാടൻ പറഞ്ഞു. മുൻ UDF സർക്കാരിന്റെ കാലത്ത് വിഭാവനം ചെയ്ത പദ്ധതിയുടെ നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തിയത് മാത്യു കുഴൽനാടൻ MLA ആയതിനു ശേഷമാണ്. അലൈൻമെന്റും രൂപരേഖയും തമ്മിലുള്ള വ്യത്യാസമാണ് പദ്ധതി ആദ്യം വൈകിപ്പിച്ചത്. തുടർന്ന് പദ്ധതിയുടെ രൂപരേഖയിൽ സമ്പൂർണ്ണമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. മാത്യു കുഴൽനാടൻ MLA മുൻകൈയെടുത്ത വളവുകൾ നിവർത്തിയും സമാന്തരമായി പാലം നിർമ്മിച്ച് 4 വരി പാതയാക്കിയും നീരൊഴുക്കുകൾ തടസ്സപ്പെടാതിരിക്കാൻ കലുങ്കുകളും പുതിയ സ്പാനുകളും ഉൾപ്പെടുത്തിയുമാണ് പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തിയത്. മാറ്റങ്ങൾ വന്നതോടെ പദ്ധതിയുടെ നിർമ്മാണ ചെലവ് 120 കോടി രൂപയായി വർദ്ധിച്ചു. ഭാവി മൂവാറ്റുപുഴയുടെ വികസനത്തിന് ആവശ്യമായ ദീർഘവീക്ഷണത്തോടെയാണ് പദ്ധതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിയതെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ഒരുപാട് തടസ്സങ്ങൾ മറികടന്നാണ് പദ്ധതി ഈ നിലയിലേക്ക് എത്തിയത്. കൃത്യമായ സമയത്ത് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാത്തതിനാൽ പദ്ധതിയുടെ 4.1 വിജ്ഞാപനം തന്നെ റദ്ദായ അവസ്ഥയിലായിരുന്നു. അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണത്തിനു വേണ്ടിയുള്ള ഭൂമി മുഴുവനായി ഏറ്റെടുക്കാൻ കഴിയാത്തതും ഏറ്റെടുത്ത സ്ഥലത്ത് തണ്ണീർത്തട വയൽ സംരക്ഷണ നിയമപ്രകാരം റോഡ് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്തതും പദ്ധതിയെ അനിശ്ചിതാവസ്ഥയിലാക്കിയിരുന്നു. റോഡ് നിർമ്മാണം സാധ്യമാക്കുന്ന തരത്തിൽ ചതുപ്പ് ഭൂമി നികത്തുന്ന ഭൂമി തരം മാറ്റുന്നതിന് അംഗീകാരം ലഭിച്ചത് മാത്യു കുഴൽനാടൻ്റെ ശ്രമഫലമായാണ്. തുടർന്ന് പദ്ധതിക്ക് വേണ്ടിയുള്ള സാമൂഹികാഘാത പഠനം നടത്തുന്നതിനായി വീണ്ടും 4.1 വിജ്ഞാപനം പുറത്തിറക്കി. അതിനുശേഷം വീണ്ടും ഭൂമി ഏറ്റെടുക്കുന്നതിനായി 11.1 വിജ്ഞാപനം പുറത്തിറക്കി. പദ്ധതിയുടെ നടപടിക്രമങ്ങൾ ആദ്യഘട്ടം മുതൽ പുനരാരംഭിച്ചു. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സ്റ്റഡീസാണ് പദ്ധതിക്കായി സാമൂഹികാഘാത പഠനം നടത്തിയത്. മാത്യു കുഴൽനാടൻ MLA പദ്ധതി പ്രദേശം സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മാത്യൂസ് വർക്കി, ഷെൽമി ജോൺസ്, KRFB ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോൾ തോംസൺ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹ്സിന M എന്നിവർ MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.